നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക്ക് ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക്കാണ്. നമ്മുടെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഈ ഒരു ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക്ക് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു അതാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. This time division multiple access is the predominant multiple access method used today, and it provides the most efficient method for transmitting digitally modulated carriers. നമ്മൾ ഒരു ഡിജിറ്റൽ ട്രാൻസ്മിഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക്ക് എന്ന് പറയുന്നത് ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക്കാണ്. ഓക്കെ, ദെൻ ഇൻ Tdma each earth station transmits a short burst of a digitally modulated carrier during a precise time slot within a Tdma frame. അതായത് ഈ ഒരു ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു Tdma ടെക്നിക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓരോ എർത്ത് സ്റ്റേഷനും അതിൻ്റേതായ ആ ഒരു ടൈം സ്ലോട്ടിൽ മാത്രമേ ആ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആൻഡ് ഈച്ച് എർത്ത് സ്റ്റേഷൻസ് ബേസ്റ്റ് ഈസ് സിങ്ക്രണൈസ്ഡ് സോ ദാറ്റ് ഇറ്റ് അറൈവ്സ് അറ്റ് ദി സാറ്റലൈറ്റ് ട്രാൻസ്പോണ്ടർ അറ്റ് എ ഡിഫറെൻറ്റ് ടൈം. അതായത് ഇവിടെ ഓരോ എർത്ത് സ്റ്റേഷനും അതിൻ്റേതായ ഒരു ടൈം സ്ലോട്ടിൽ മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ അറ്റ് എ ടൈം നമ്മുടെ ട്രാൻസ്പോണ്ടറിൽ ഒരു എർത്ത് സ്റ്റേഷനിൽ നിന്നുള്ള ആ ഒരു സിഗ്നൽ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, സോ ഇവിടെ ഒരു കൊളീഷൻ ഒക്കർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഇല്ല. ഓക്കെ, അതേപോലെ തന്നെ FDMAയുടെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്ന ആ ഒരു ഇൻ്റർമോഡുലേഷൻ ഡിസ്റ്റോർഷൻ ആ ഒരു പ്രോബ്ലവും ഇവിടെ ഒക്കർ ചെയ്യില്ല. കാരണം അറ്റ് എ ടൈം ഒരു എർത്ത് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു സിഗ്നൽ മാത്രമേ ട്രാൻസ്പോണ്ടറിലേക്ക് വരുന്നുള്ളൂ. So only one earth station's carrier is present in the transponder at any given time, thus avoiding a collision with another station's carrier. And also there is no intermodulation distortion problem here. Then നമ്മളൊരു ട്രാൻസ്പോണ്ടർ കൺസിഡർ ചെയ്യുമ്പോൾ ദിസ് ട്രാൻസ്പോണ്ടർ ഈസ് ആൻ RF to RF റിപ്പീറ്റർ ദാറ്റ് സിംപ്ലി റിസീവ്സ് ദി എർത്ത് സ്റ്റേഷൻ ട്രാൻസ്മിഷൻസ് ആൻഡ് ആംപ്ലിഫൈസ് ദം ആൻഡ് ദെൻ റീട്രാൻസ്മിറ്റ്സ് ദം ഇൻ എ ഡൗൺലിങ്ക് ബീം that is received by all the participating earth stations. So each earth station receives the burst from all other earth stations and must select from them the traffic destined only for itself. സോ ഒരു ഡൗൺ ലിങ്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സാറ്റലൈറ്റിൽ നിന്ന് എർത്ത് സ്റ്റേഷനിലേക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നോർമലി ഒരു ബ്രോഡ്കാസ്റ്റ് ഫോമിലാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ആ സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ എല്ലാ എർത്ത് സ്റ്റേഷൻസിനും റിസീവ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ആ ഇൻഫർമേഷൻസിൽ നിന്ന് ആ ഒരു എർത്ത് സ്റ്റേഷന് മാത്രമായിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ ഏതാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കും. ഓക്കെ, ദെൻ നമ്മുടെ എർത്ത് സ്റ്റേഷൻസ് ഈ ഒരു ട്രാൻസ്പോണ്ടറിനെ എങ്ങനെ ആക്സസ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഉള്ള ഒരു ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ 4 എർത്ത് സ്റ്റേഷൻസ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മൾ ഈ ഒരു Tdma കേസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന് ഒരു ഫ്രെയിം സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ദെൻ ആ ഒരു ഫ്രെയിം സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് ഈ ഓരോ എർത്ത് സ്റ്റേഷനും അതിൻ്റേതായ ആ ഒരു ടൈം സ്ലോട്ടിൽ അതിൻ്റെ ഇൻഫർമേഷൻ ട്രാൻസ്പോണ്ടറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളൊരു സിംഗിൾ ഫ്രെയിം കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു സിംഗിൾ ഫ്രെയിമിൽ ഈ ഓരോ എർത്ത് സ്റ്റേഷനും ടൈം സ്ലോട്ടുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഓരോ എർത്ത് സ്റ്റേഷനും അതിൻ്റേതായ ആ ഒരു ടൈം സ്ലോട്ടിലായിരിക്കും ഇൻഫർമേഷൻ ട്രാൻസ്പോണ്ടറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ അപ്ലിങ്കിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ എർത്ത് സ്റ്റേഷനിൽ നിന്ന് ട്രാൻസ്പോണ്ടറിലേക്കുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കേസാണ് നമ്മൾ ഈ പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒരു ഫ്രെയിം സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഈ ഒരു ഫ്രെയിം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ N യൂസേഴ്സാണ് ഉള്ളതെങ്കിൽ ആ ഫ്രെയിമിൻ്റെ അകത്ത് N ടൈം സ്ലോട്ടുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ആ ഒരു ടൈം സ്ലോട്ടിൽ ഓരോ യൂസറും അതിൻ്റേതായ ഒരു ടൈം സ്ലോട്ടിലായിരിക്കും ഇൻഫർമേഷൻ ട്രാൻസ്പോണ്ടറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 4 എർത്ത് സ്റ്റേഷനുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്, R, A, C and B. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ഫ്രെയിം കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് 4 ടൈം സ്ലോട്ടുകൾ നമുക്ക് കാണാം. R1, A1, B1 and C1 ആണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് ഫ്രെയിമായിട്ട് കാണിച്ചിരിക്കുന്നത്. ദെൻ ആ ഒരു സെയിം ഫ്രെയിം സ്ട്രക്ചർ തന്നെയാണ് പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, സോ ആ ഫസ്റ്റ് ഫ്രെയിം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആദ്യം R1 ഡേറ്റ സെൻഡ് ചെയ്യുന്നു, നെക്സ്റ്റ് A1 ഡേറ്റ സെൻഡ് ചെയ്യുന്നു, നെക്സ്റ്റ് B1 സെൻഡ് ചെയ്യുന്നു, നെക്സ്റ്റ് C1 സെൻഡ് ചെയ്യുന്നു. അത് ഓരോന്നും ഡിഫറെൻറ്റ് ടൈമിലാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അറ്റ് എ ടൈം തന്നെ എല്ലാ എർത്ത് സ്റ്റേഷനും ഒരുമിച്ച് അതിൻ്റെ ഡേറ്റ സെൻഡ് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലം ഇവിടെ വരുന്നില്ല. ഓക്കെ, അറ്റ് എ ടൈം ഒരു എർത്ത് സ്റ്റേഷൻ മാത്രമേ അതിൻ്റെ ഡേറ്റ സെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദെൻ ആ സെയിം ഫ്രെയിം സ്ട്രക്ചർ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ആ ഒരു സെക്കൻഡ് ഫ്രെയിം നമ്മൾ നോക്കുമ്പോൾ R2, A2, B2 and C2 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു ഫ്രെയിം
സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് R2 സെൻഡ് ചെയ്യുന്നു, ദെൻ A2 സെൻഡ് ചെയ്യുന്നു, ദെൻ B2 സെൻഡ് ചെയ്യുന്നു, ദെൻ C2 സെൻഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അതങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്ക് n എർത്ത് സ്റ്റേഷൻസ് ആണ് ഉള്ളതെങ്കിൽ ഒരു സിംഗിൾ ഫ്രെയിം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് n ടൈം സ്ലോട്ടുകൾ ഉണ്ടായിരിക്കും. സോ ആ ടൈം സ്ലോട്ട് യൂസ് ചെയ്തിട്ട് ഈ n എർത്ത് സ്റ്റേഷൻസും അതിൻ്റേതായ ടൈമിൽ അതിൻ്റെ ഡേറ്റ ട്രാൻസ്പോണ്ടറിലേക്ക് സെൻഡ് ചെയ്യുന്നു. ദെൻ ആ ഫ്രെയിം സ്ട്രക്ചർ പിന്നെയും റിപ്പീറ്റ് ചെയ്യും. പിന്നെയും ഈ 1 to n എർത്ത് സ്റ്റേഷൻസ് അതിൻ്റെ ഡേറ്റ അതിൻ്റേതായ ടൈം സ്ലോട്ടിൽ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ നമ്മൾ ഈ ഒരു ഫ്രെയിം സ്ട്രക്ചർ കൺസിഡർ ചെയ്യുമ്പോൾ നോർമലി ഒരു ഫ്രെയിമിൽ ഒരു എർത്ത് സ്റ്റേഷന് ഒരു ടൈം സ്ലോട്ട് മാത്രമാണ് നോർമലി നമ്മൾ അലോട്ട് ചെയ്യാറ്. പക്ഷേ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട്, അതായത് പല സിസ്റ്റം അനുസരിച്ചിട്ട് ചിലപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ ടൈം സ്ലോട്ടുകൾ ഒരു എർത്ത് സ്റ്റേഷന് വേണമെങ്കിൽ നമുക്ക് അലോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ്, ആ ഒരു സിസ്റ്റം എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് ആ ഒരു ഫ്രെയിം സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, നോർമലി ഒരു സിംഗിൾ ഫ്രെയിമിൽ ഒരു എർത്ത് സ്റ്റേഷൻ ഒരു തവണ മാത്രമേ അതിൻ്റെ ഡേറ്റ ട്രാൻസ്പോണ്ടറിലേക്ക് സെൻഡ് ചെയ്യുന്നുള്ളൂ. ദെൻ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആ ഒരു സിസ്റ്റം നമുക്ക് ഡിസൈൻ ചെയ്യാം. ആ ഒരു കേസിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ടൈം സ്ലോട്ടുകൾ ഒരു എർത്ത് സ്റ്റേഷന് ഒരു സിംഗിൾ ഫ്രെയിമിൽ വേണമെങ്കിൽ നമുക്ക് അലോട്ട് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, ദെൻ ഇവിടെ ഡൗൺ ലിങ്ക് കേസ് നമ്മൾ നോക്കുമ്പോൾ ഒരു സാറ്റലൈറ്റ് ബ്രോഡ്കാസ്റ്റ് ടു ഓൾ സ്റ്റേഷൻസ് എന്നാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ഫോമിലാണ് ഡൗൺ ലിങ്ക് ചെയ്യുന്നത്. ഈ ട്രാൻസ്പോണ്ടറിലേക്ക് എത്തുന്ന ഈ ഡേറ്റ മുഴുവൻ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു. ഡൗൺ ലിങ്ക് കേസിൽ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു. സോ എല്ലാ എർത്ത് സ്റ്റേഷനിലേക്കും ഈ ഡൗൺ ലിങ്ക് ഡേറ്റ എത്തുന്നുണ്ട്. ദെൻ അതിൽ നിന്ന് ഓരോ എർത്ത് സ്റ്റേഷനും അതിന് റിക്വയർഡ് ആയിട്ടുള്ള ഡേറ്റ റിസീവ് ചെയ്തെടുക്കണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ സർക്യൂട്ട് അറേഞ്ച്മെൻറ്റും കൂടി നമ്മൾ ആ റിസീവർ സെക്ഷനിൽ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ എല്ലാ കേസും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും അതിൽ ഇതേപോലെ ഡൗൺ ലിങ്ക് എന്ന് പറയുന്ന ഒരു ബ്രോഡ്കാസ്റ്റിംഗ് കേസ് ആകണമെന്നില്ല. ഓക്കെ, അതായത് നമുക്ക് ആ ഒരു റിക്വയർഡ് എർത്ത് സ്റ്റേഷനിലേക്ക് മാത്രമായിട്ട് സെൻഡ് ചെയ്യുന്ന രീതിയിലും വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിനെ ഡിസൈൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു സിസ്റ്റത്തിനനുസരിച്ചിട്ട് ആക്ച്വലി ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് കേസാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ എല്ലാ ഡേറ്റാസും എല്ലാ എർത്ത് സ്റ്റേഷനിലേക്കും പോകുന്നുണ്ട്. ദെൻ അതിൽ നിന്ന് ഓരോ എർത്ത് സ്റ്റേഷനും അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഡേറ്റ, അതിൻ്റെ ആ റിക്വയർഡ് ഡേറ്റ റിസീവ് ചെയ്തെടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ Tdmaയുടെ ആ ഒരു ഫ്രെയിം സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. സോ ഒരു ബേസിക് Tdma ഫ്രെയിം സ്ട്രക്ചറാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് n എർത്ത് സ്റ്റേഷൻസ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. സോ നമ്മുടെ ഈ ഒരു ഫ്രെയിം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ 1 to n ടൈം സ്ലോട്ടുകൾ ഉണ്ടായിരിക്കും. ഓരോ യൂസറിനും അല്ലെങ്കിൽ ഓരോ എർത്ത് സ്റ്റേഷനും ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റേതായ ആ ഒരു ടൈം സ്ലോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ n എർത്ത് സ്റ്റേഷനാണ് ഉള്ളതെങ്കിൽ അതിൽ n ടൈം സ്ലോട്ടുകൾ ഉണ്ടായിരിക്കും. ദെൻ ഈ ടൈം സ്ലോട്ടുകളുടെ ഇടയ്ക്ക് നമ്മൾ ഗാർഡ് ടൈം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതായത് ഒരു ഇൻ്റർഫറൻസ് കാര്യങ്ങളൊക്കെ ഒക്കർ ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗാർഡ് ടൈം ഈ ടൈം സ്ലോട്ടുകളുടെ ഇടയ്ക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഗാർഡ് ടൈം ഡ്യൂറേഷനിൽ ആക്ച്വലി ട്രാൻസ്മിഷൻ ഒന്നും നടക്കുന്നില്ല. ഓക്കെ, ദെൻ ഈ ഒരു ഫ്രെയിം സ്ട്രക്ചർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റ് സെക്ഷൻ വന്നിരിക്കുന്നത് ഒരു റഫറൻസ് ബേസ്ഡ് ഓർ പ്രിയാമ്പിൾ സെക്ഷനാണ്. ഓക്കെ, ആൻഡ് ദി ട്രാൻസ്മിഷൻസ് ഫ്രം ഓൾ ദി എർത്ത് സ്റ്റേഷൻസ് ആർ സിങ്ക്രണൈസ്ഡ് ടു ദിസ് റഫറൻസ് ബേസ്ഡ്. And in this figure, here the reference based is shown as a separate transmission, but it may be the preamble that precedes a reference station's transmission of data. Also, there may be more than one synchronizing reference burst. ദെൻ നമ്മൾ ഈ ഒരു റഫറൻസ് ബേസ്ഡ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ 3 സെക്ഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ കരിയർ റിക്കവറി, സെക്കൻഡ് വൺ ബിറ്റ് ടൈമിംഗ് റിക്കവറി, ആൻഡ് തേർഡ് വൺ യൂണിക് വേർഡ്. ഈ ഓരോന്നും എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു Tdma ഫ്രെയിം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു റഫറൻസ് ബേസ്ഡ് അല്ലെങ്കിൽ പ്രിയാമ്പിൾ ഉണ്ടായിരിക്കും. ആൻഡ് ദിസ് റഫറൻസ് ബേസ്ഡ് ഓർ പ്രിയാമ്പിൾ ഈസ് യൂസ്ഡ് ഫോർ സിങ്ക്രണൈസേഷൻ. And there can be more than one reference burst, and it contains 3 different sequences. First one is carrier recovery sequence, and this carrier recovery sequence contains information of frequency and phase of carrier. The earth stations generate local carrier from this sequence. അതായത് ഈ ഒരു കരിയർ റിക്കവറി സീക്വൻസ് സെക്ഷനിൽ നിന്നാണ് ഓരോ എർത്ത് സ്റ്റേഷനും അതിന് യൂസ് ചെയ്യേണ്ട കരിയറിൻ്റെ ഫ്രീക്വൻസി എന്താണ്, ഫേസ് എന്താണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്. ഓക്കെ,
സോ ഈ ഒരു റെഫറൻസ് ബേസ്ഡ് റിസീവ് ചെയ്ത് കഴിയുമ്പോൾ അതിലുള്ള ഈ ഒരു കരിയർ റിക്കവറി സീക്വൻസ് യൂസ് ചെയ്തിട്ട് ഓരോ എർത്ത് സ്റ്റേഷനും ആ എർത്ത് സ്റ്റേഷൻ യൂസ് ചെയ്യേണ്ട കരിയർ ഫ്രീക്വൻസി ഏതാണ്, അതിൻ്റെ ഫേസ് ഏതാണ് എന്നുള്ള ഇൻഫർമേഷൻസ് കിട്ടും. ഓക്കെ, ദെൻ ഒരു ലോക്കൽ കരിയർ ജനറേറ്റർ യൂസ് ചെയ്തിട്ട് ഈ ഒരു കരിയർ ഫ്രീക്വൻസി ഓരോ എർത്ത് സ്റ്റേഷനും ജനറേറ്റ് ചെയ്യും. ദെൻ ആ കരിയർ ഫ്രീക്വൻസീസ് യൂസ് ചെയ്തിട്ടാണ് ഓരോ എർത്ത് സ്റ്റേഷനും ഡേറ്റ സെൻഡ് ചെയ്യുന്നത്. ദെൻ റഫറൻസ് ബേസ്ഡിൽ വരുന്ന സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് ബിറ്റ് ടൈമിംഗ് റിക്കവറി ആണ്. ആൻഡ് ഫ്രം ദിസ് സീക്വൻസ് എർത്ത് സ്റ്റേഷൻസ് റിക്കവർ ദി ക്ലോക്ക് സിഗ്നൽ. ആ എർത്ത് സ്റ്റേഷൻ്റെ വർക്കിങ്ങിന് ആവശ്യമായ റിക്വയർഡ് ക്ലോക്ക് സിഗ്നൽ ഏതാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് ഈ ബിറ്റ് ടൈം റിക്കവറി സിഗ്നലിൽ നിന്നാണ്. ദെൻ ദി തേർഡ് സെക്ഷൻ ഇൻ റഫറൻസ് ബേസ്ഡ് ഈസ് യൂണിക് വേർഡ്. This unique word sequence is used for timing reference for synchronization of transmission of the reference burst. This unique word is the string of 20 successive ones and it is terminated by 0. സോ ഈ ഒരു യൂണിക് വേർഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് 20 വണ്ണുകളും ദെൻ ലാസ്റ്റ് ഒരു 0യും വരുന്ന ഒരു സീക്വൻസ് ആണ്. ഓക്കെ, ദെൻ ഈ ഒരു യൂണിക് വേർഡ് യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി നമ്മൾ ആ സിങ്ക്രണൈസേഷൻ പ്രോപ്പറായിട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു സിങ്ക്രണൈസേഷൻ എങ്ങനെയാണ് ഈ ഒരു യൂണിക് വേർഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു യൂണിക് വേർഡിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു യൂണിക് വേർഡ് കോറിലേറ്റർ ഉണ്ടായിരിക്കും. ഈ ഒരു യൂണിക് വേർഡ് കോറിലേറ്റർ കൺസിഡർ ചെയ്യുമ്പോൾ 2 സെക്ഷൻസ് ആണ് അതിൽ വരുന്നത്. ഒരു ഇൻ്റഗ്രേറ്റർ സെക്ഷനും ദെൻ ഒരു ത്രെഷോൾഡ് ഡിറ്റക്ടർ സെക്ഷനും. ഓക്കെ, നമ്മൾ റിസീവ് ചെയ്യുന്ന ഒരു യൂണിക് വേർഡ് ഈ ഒരു ഇൻ്റഗ്രേറ്റർ സെക്ഷനിലേക്കാണ് ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് വി നോ ദി യൂണിക് വേർഡ് ഈസ് ദി സീക്വൻസ് ഓഫ് 20 വൺസ് ഫോളോഡ് ബൈ 0 ആൻഡ് ദിസ് സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു ദി ഇൻ്റഗ്രേറ്റർ. And the integrator and the threshold detector are designed so that the threshold voltage is reached precisely when the last bit of the unique word sequence is integrated. And this generates a correlation spike at the output of the threshold detector at the exact time the unique word sequence ends. And this spike is used by the earth station to synchronize the transmission of its carrier. And each earth station synchronizes the transmission of its carrier to the occurrence of the unique word correlation spike. And each station waits a different length of time before it begins transmitting. അതായത് ഓരോ എർത്ത് സ്റ്റേഷനും ഏത് ടൈമിലാണ് അതിൻ്റെ ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ആ ഒരു പ്രോപ്പർ സിങ്ക്രണൈസേഷൻ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു യൂണിക് വേർഡ് യൂസ് ചെയ്തിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ റിസീവ് ചെയ്യുന്ന ആ യൂണിക് വേർഡിനെ ഒരു ഇൻ്റഗ്രേറ്ററിലേക്ക് കൊടുക്കുന്നു. ആ ഇൻ്റഗ്രേറ്റർ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വേവ് ഫോമിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ഇൻ്റഗ്രേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു ഇൻക്രീസിങ് ഫോമിലുള്ള ഒരു വേവ് നമുക്ക് കിട്ടും. സോ ആ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ അതങ്ങനെ ഇൻക്രീസ് ചെയ്ത് ആ ഒരു ത്രെഷോൾഡ് പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ ഈ ത്രെഷോൾഡ് ഡിറ്റക്ടറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ആ ഒരു കോറിലേഷൻ സ്പൈക്ക് കിട്ടും. ഓക്കെ, ദെൻ ഈ ഒരു ത്രെഷോൾഡ് ലെവലിലേക്ക് ഇൻ്റഗ്രേറ്ററിൻ്റെ ഔട്ട്പുട്ട് എത്തുന്നത് എപ്പോഴായിരിക്കും? നമുക്കറിയാം യൂണിക് വേർഡ് എന്ന് പറയുന്നത് 20 വൺസ് ദെൻ ഒരു 0 വരുന്ന സീക്വൻസ് ആണ്. സോ ആ 20 വൺസിൻ്റെ ആ ഒരു എൻഡിൽ, ആ ഒരു എൻഡ് പോയിന്റിലായിരിക്കും ഈ ഒരു ഇൻ്റഗ്രേറ്ററിൻ്റെ ഔട്ട്പുട്ട് ഒരു ത്രെഷോൾഡ് വോൾട്ടേജ് ലെവലിൽ എത്തുന്നത്. ഓക്കെ, സോ ആ ഒരു ത്രെഷോൾഡ് വോൾട്ടേജ് ലെവലിൽ എത്തിക്കഴിയുമ്പോൾ ഈ ത്രെഷോൾഡ് ഡിറ്റക്ടർ അതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു കോറിലേഷൻ സ്പൈക്ക് ജനറേറ്റ് ചെയ്യും. ദെൻ ഈ ഒരു കോറിലേഷൻ സ്പൈക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സിങ്ക്രണൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ ഒരു കോറിലേഷൻ സ്പൈക്കിൽ നിന്ന് ഇത്ര ടൈം കഴിഞ്ഞിട്ടാണ് ഓരോ എർത്ത് സ്റ്റേഷൻ്റെയും ആ ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇൻഫർമേഷൻ ആ എർത്ത് സ്റ്റേഷന് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഈ കോറിലേഷൻ സ്പൈക്കാണ് അതിൻ്റെ റെഫറൻസ് ആയിട്ട് വരുന്നത്. ആ കോറിലേഷൻ സ്പൈക്കിൽ നിന്ന് ഇത്ര ടൈം കഴിയുമ്പോൾ ഒരു എർത്ത് സ്റ്റേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ദെൻ അതിൽ നിന്ന് ഇത്ര ടൈം കഴിയുമ്പോൾ അടുത്ത എർത്ത് സ്റ്റേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അങ്ങനെ. Okay, so each earth station waits a different length of time before it begins the transmission. So here no two stations will transmit the carrier at the same time, and there is a guard time between transmissions from successive stations, and this is analogous to a guard band in a frequency division multiplex system, and each station precedes the transmission of data with a preamble, and the preamble is logically equivalent to the reference burst. And because each station's transmission must be received by all other earth stations, all stations must recover carrier and clocking information prior to demodulating the data. And if demand assignment is used, a common signaling channel also be included in the preamble. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ
എർത്ത് സ്റ്റേഷനും അതിൻ്റേതായ ആ ഒരു ടൈം സ്ലോട്ടിലാണ് ആ ഡേറ്റ ട്രാൻസ്മിഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ അറ്റ് എ ടൈം ഒരു എർത്ത് സ്റ്റേഷനിൽ നിന്നുള്ള ഇൻഫർമേഷൻ മാത്രമേ നമ്മുടെ ട്രാൻസ്പോണ്ടറിലേക്ക് പോകുന്നുള്ളൂ. ഓക്കെ, സോ നോ ടു സ്റ്റേഷൻസ് വിൽ ട്രാൻസ്മിറ്റ് ദി കരിയർ അറ്റ് ദി സെയിം ടൈം. ദെൻ ഇവിടെ നമ്മൾ ഗാർഡ് ടൈം യൂസ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർഫറൻസിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഗാർഡ് ടൈം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സസിൻ്റെ കേസിൽ നമ്മൾ ഗാർഡ് ബാൻഡ് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ഗാർഡ് ടൈം വരുന്നത്. ഓക്കെ, ദെൻ ഓരോ എർത്ത് സ്റ്റേഷനും അതിൻ്റേതായ ആ ഒരു ടൈം സ്ലോട്ടിൽ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഈച്ച് സ്റ്റേഷൻ പ്രിസീഡ്സ് ദി ട്രാൻസ്മിഷൻ ഓഫ് ഡേറ്റ വിത്ത് എ പ്രീആമ്പിൾ. ഓരോ എർത്ത് സ്റ്റേഷൻ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴും ആ ട്രാൻസ്മിഷന് മുമ്പായിട്ട് ഈ ഒരു പ്രീആമ്പിൾ സെക്ഷൻ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത ആ ഒരു Tdma ഫ്രെയിം സ്ട്രക്ചർ ഒന്നുകൂടി നോക്കുക. അതിൽ നമുക്ക് കാണാം സ്റ്റേഷൻ 3യുടെ ഡേറ്റാസ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് വരുന്നത് ഈ കരിയർ റിക്കവറി സെക്ഷൻ, ബിറ്റ് ടൈമിംഗ് റിക്കവറി സെക്ഷൻ ആൻഡ് യൂണിക് വേർഡ് സെക്ഷനാണ്. അത് കഴിഞ്ഞിട്ടാണ് ആ സ്റ്റേഷൻ 3യുടെ ഡേറ്റാ ബിറ്റ്സ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതേപോലെ ഓരോ സ്റ്റേഷനിലും ഫസ്റ്റ് പാർട്ട് വരുന്നത് ഈ ഒരു പ്രീആമ്പിൾ സെക്ഷൻ ആയിരിക്കും. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എർത്ത് സ്റ്റേഷൻ സെൻഡ് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നത് ചിലപ്പോൾ വേറൊരു എർത്ത് സ്റ്റേഷനിലേക്ക് ആയിരിക്കും അത് സെൻഡ് ചെയ്യുന്നത്. നമ്മുടെ സാറ്റലൈറ്റ് വഴി വേറെ ഒരു എർത്ത് സ്റ്റേഷനിലേക്കായിരിക്കും ഈ ഡേറ്റ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ റിസീവിങ് എർത്ത് സ്റ്റേഷനിൽ ഈ ഡേറ്റനെ ഡീമോഡുലേറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ ആ കരിയർ ആൻഡ് ക്ലോക്ക് ഇൻഫർമേഷൻസ് അതിന് വേണം. അത് ആ ട്രാൻസ്മിറ്റ് ചെയ്ത ആ എർത്ത് സ്റ്റേഷൻ യൂസ് ചെയ്ത ആ കരിയർ ആൻഡ് ക്ലോക്ക് ഇൻഫർമേഷൻസ് ആ റിസീവിങ് എർത്ത് സ്റ്റേഷന് അറിയാമെങ്കിൽ മാത്രമേ ആ ഇൻഫർമേഷനെ ഡീമോഡുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ആ ഇൻഫർമേഷൻസ് ഈ ഒരു കറസ്പോണ്ടിങ് പ്രീആമ്പിളിൽ നിന്ന് കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ ഇവിടെ ഒരു ഡിമാൻഡ് അസൈൻമെൻറ്റ് കേസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ FDMAയുടെ കേസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു കോമൺ സിഗ്നലിംഗ് ചാനലും കൂടി നമുക്ക് അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. സോ ഈ ഒരു പ്രീആമ്പിളിൽ ഈ ഒരു കോമൺ സിഗ്നലിംഗ് ചാനലും കൂടി കയറി വരും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ Tdmaയുടെ ഒരു ആപ്ലിക്കേഷനാണ്. അതായത് ഈ ഒരു Tdma യൂസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ആൻഡ് ഹിയർ വി ആർ കൺസിഡറിങ് CPT പ്രൈമറി മൾട്ടിപ്ലക്സ് ഫ്രെയിം. അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. Here CPT is an acronym and that is for Conference of European Postal and Telecommunications Administrations. And this CPT primary multiplex frame is a commonly used Tdma frame format for digital satellite systems. ദെൻ നമ്മൾ ഒരു Tdma കേസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റോർ ആൻഡ് ഫോർവേഡ് സിസ്റ്റം ബിക്കോസ് ഈച്ച് സ്റ്റേഷൻ ക്യാൻ ട്രാൻസ്മിറ്റ് ഓൺലി ഡ്യൂറിങ് ദെയർ സ്പെസിഫൈഡ് ടൈം സ്ലോട്ട് ഓൾദോ ദി ഇൻകമിംഗ് വോയിസ് ബാൻഡ് സിഗ്നൽസ് ആർ കണ്ടിന്യൂസ്. അതായത് നമ്മുടെ ഇൻഫർമേഷൻ സിഗ്നൽ, നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ കൺസിഡർ ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ Tdma ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഓരോ എർത്ത് സ്റ്റേഷനും അതിൻ്റെ ആ ഒരു ടൈം സ്ലോട്ടിൽ മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് വരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്, പക്ഷേ ട്രാൻസ്മിഷൻ നടക്കുന്നത് നോൺ കണ്ടിന്യൂസ് ആയിട്ടാണ്. അപ്പോൾ ആ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഡേറ്റനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടി വേണം. ഓക്കെ, സോ Tdma നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റോർ ആൻഡ് ഫോർവേഡ് സിസ്റ്റം. അതായത് ഇൻപുട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഇൻഫർമേഷനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. ദെൻ അതിൽ നിന്ന് എടുത്തിട്ടായിരിക്കും ട്രാൻസ്മിഷൻ നടത്തുന്നത്. ഓക്കെ, സോ വെൻ വി കൺസിഡർ എ Tdma സിസ്റ്റം ഇറ്റ് ഈസ് നെസസറി ടു സാമ്പിൾ ആൻഡ് സ്റ്റോർ ദി വോയിസ് ബാൻഡ് സിഗ്നൽസ് പ്രയർ ടു ട്രാൻസ്മിഷൻ. നമ്മുടെ കണ്ടിന്യൂസ് ഫോമിൽ വരുന്ന ആ ഒരു ഇൻഫർമേഷനെ നമ്മൾ സാമ്പിൾ ചെയ്ത് ആ ഒരു ഡിജിറ്റൽ ഫോമിലേക്ക് ആക്കിയിട്ട് നമ്മളതിനെ സ്റ്റോർ ചെയ്യുന്നു. ദെൻ ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റോറേജിൽ നിന്ന് നമ്മൾ എടുത്തിട്ടാണ് ട്രാൻസ്മിഷൻ ചെയ്യുന്നത്. ദെൻ ഈ ഒരു CPT പ്രൈമറി മൾട്ടിപ്ലക്സ് ഫ്രെയിം ട്രാൻസ്മിറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫ്രെയിം സ്ട്രക്ചറൊക്കെ യൂസ് ചെയ്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രം കൺസിഡർ ചെയ്യുക. ഈ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിൽ നമുക്ക് കാണാം ടോട്ടൽ 16 ചാനൽസ് ആണ് ഇവിടെ വരുന്നത്. ചാനൽ 1 to ചാനൽ 16 നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ഇൻഫർമേഷൻ സിഗ്നൽ അല്ലെങ്കിൽ ആ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് വോയിസ് സിഗ്നലാണ്. 0 to 4 kHz വോയിസ് സിഗ്നലാണ് ഈ ചാനൽസിലേക്ക് വരുന്നത്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സിഗ്നലാണ്. പക്ഷേ ഓരോ എർത്ത് സ്റ്റേഷനും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതിൻ്റേതായ ആ ഒരു ടൈം സ്ലോട്ടിൽ മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് ഈ ഇൻഫർമേഷനെ ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റോറേജ് അറേഞ്ച്മെൻറ്റ് നമുക്ക് വേണം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ചാനലിലേക്ക് നമ്മുടെ ഈ ഒരു ഇൻഫർമേഷൻ സിഗ്നൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് അതിനെ PCM മോഡുലേറ്റ് ചെയ്യും.
പൾസ് കോഡ് മോഡുലേറ്റ് ചെയ്യും ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 16 കിലോ ഹെർട്സ് ആണ് സാമ്പിളിംഗ് ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ അങ്ങനെ സാമ്പിൾ ചെയ്ത് കിട്ടുന്ന ഓരോ സാമ്പിളിനെയും നമ്മൾ 8-ബിറ്റ് കോഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, സോ 16 കിലോ ഹെർട്സ് ആണ് സാമ്പിളിംഗ് ഫ്രീക്വൻസി ആയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കിട്ടുന്ന ഓരോ സാമ്പിളിനെയും നമ്മൾ 8-ബിറ്റ് കോഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. സോ ഒരു സെക്കൻഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ 16 കിലോ ഹെർട്സ് ക്ലോക്കിൽ 16K സൈക്കിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഒരു സെക്കൻഡിൽ നമുക്ക് 16K സാമ്പിൾസ് വരും. ദെൻ ഓരോ സാമ്പിളിനെയും 8-ബിറ്റ് കോഡ്സ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. സോ ആ ചാനൽ 1ൻ്റെ അല്ലെങ്കിൽ ആ ചാനൽസിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്ന ആ ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് 8 × 16K ആയിരിക്കും. 128 kbps റേറ്റിലായിരിക്കും ഈ ചാനൽസിൻ്റെ ഔട്ട്പുട്ടിൽ ഡേറ്റ വരുന്നത്. ഓക്കെ, അതായത് ഒരു സെക്കൻഡിൽ 16K സാമ്പിൾസ് ഓരോ സാമ്പിളിനെയും 8-ബിറ്റ് കോഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ 8 × 16K 128 kbps ആയിരിക്കും നമ്മുടെ ചാനലിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന ആ ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ 16 ചാനൽസിൻ്റെ ഔട്ട്പുട്ടിലും നമുക്ക് ഈ 128 kbpsലുള്ള ഡേറ്റാസ് വരുന്നുണ്ട്. ദെൻ ഈ ഡേറ്റാസ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഒരു ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സറിലേക്കാണ്. സോ ഈ 16 ചാനൽസിൻ്റെ ആ ഡേറ്റാസിനെ ഈ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സ് ചെയ്തിട്ട് ഒരു സിംഗിൾ ഡേറ്റ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ഈ ഒരു സിംഗിൾ ഡേറ്റ ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഡേറ്റ റേറ്റ് എന്ന് പറയുന്നത് 2.048 Mbps ആയിരിക്കും. കാരണം നമ്മുടെ ഒരു ചാനലിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന ഡേറ്റ റേറ്റ് എന്ന് പറയുന്നത് 128 kbps ആണ്. അങ്ങനെയുള്ള 16 ചാനൽസ് വരുന്നുണ്ട്. ഓക്കെ, സോ 128 kbps × 16 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2.048 Mbps വരും. ഓക്കെ, സോ ഈ 16 ചാനൽസിൽ നിന്ന് ഉള്ള നമ്മുടെ 128 kbpsൽ വരുന്ന ആ ഡേറ്റനെ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സ് ചെയ്തിട്ട് ഒരു സിംഗിൾ ലൈൻ ഇൻഫർമേഷൻ ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഈസ് അറ്റ് എ റേറ്റ് 2.048 Mbps. ദെൻ ആ ഒരു ഡേറ്റ നമ്മൾ ഒരു ഇൻപുട്ട് സ്റ്റോറേജ് രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ദെൻ ആ ഒരു ഇൻപുട്ട് സ്റ്റോറേജ് രജിസ്റ്ററിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ വഴി ഡേറ്റനെ ഷിഫ്റ്റ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിതിൻ്റെ ഫ്രെയിം സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ആ ഒരു ഫ്രെയിം സ്ട്രക്ചർ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും എങ്ങനെയാണ് ഈ ട്രാൻസ്മിഷൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളത്. സോ നമ്മുടെ ഈ ഒരു CPT പ്രൈമറി മൾട്ടിപ്ലക്സ് ഫ്രെയിം സ്ട്രക്ചറാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ദി CPT ഫ്രെയിം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 8-ബിറ്റ് PCM encoded samples from 16 independent voice band channels. Here each channel has a separate codec that samples the incoming voice signal at a 16 kHz rate and converts those samples to 8-bit binary codes. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻകമിങ് സിഗ്നലിനെ ഈ 16 kHz റേറ്റിൽ സാമ്പിൾ ചെയ്യുന്നു. ദെൻ ഓരോ സാമ്പിളിനെയും 8-ബിറ്റ് ബൈനറി കോഡ്സ് ആയിട്ട് നമ്മൾ എൻകോഡ് ചെയ്യുന്നു. Then this results in 128 kbps transmitted at 2.048 MHz rate. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ചാനലിൻ്റെയും ഔട്ട്പുട്ടിൽ 128 kbps ഡേറ്റ റേറ്റാണ് വന്നിരിക്കുന്നത്. അതെല്ലാം കൂടി നമ്മൾ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സിംഗിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് 2.048 Mbps റേറ്റിലായിരിക്കും. Then the 16 128 kbps transmissions are time division multiplexed into a subframe that contains one 8-bit sample from each of the 16 channels. അതായത് നമുക്ക് ടോട്ടൽ 16 ചാനൽസ് ഉണ്ട്. ഈ ഓരോ ചാനലിൻ്റെയും ഔട്ട്പുട്ടിൽ 128 kbps റേറ്റിൽ ആ ഡേറ്റ വരുന്നുണ്ട്. ദെൻ ആ 16 ചാനൽസിൽ നിന്നും വരുന്ന ആ ഡേറ്റനെ നമ്മൾ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സ് ചെയ്യുന്നു. അങ്ങനെ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു സബ് ഫ്രെയിം ഫോം ചെയ്യുന്നു. ദെൻ ഈ സബ് ഫ്രെയിം ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ടോട്ടൽ 16 ചാനൽസ് അല്ലേ ഉള്ളത്. ഈ ഓരോ ചാനലിൽ നിന്നും 1 8-ബിറ്റ് സാമ്പിൾ വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടാണ് ഈ ഒരു സബ് ഫ്രെയിം ഫോം ചെയ്യുന്നത്. അതായത് ഈ ഒരു 16 ചാനലിൽ നിന്നും
അതിൻ്റെ ഫസ്റ്റ് സാമ്പിൾ നമ്മളെടുത്ത് കമ്പൈൻ ചെയ്ത് ഒരു സബ് ഫ്രെയിം ഫോം ചെയ്യുന്നു. ഓക്കെ, സോ ഒരു സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഒരു 8-bit കോഡായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, സോ ആ ഫസ്റ്റ് സാമ്പിൾ എല്ലാത്തിൽ നിന്നും നമ്മൾ എടുക്കുന്നു. അതായത് ആ ഒരു 8-bit നമ്മൾ എല്ലാത്തിൽ നിന്നും എടുക്കുന്നു. അപ്പോൾ 8 × 16 ടോട്ടൽ 128 ബിറ്റ്സ് വരും. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് സബ് ഫ്രെയിം. Then it requires only 62.5 microsecond to accumulate the 128 bits. അതായത് നമ്മളിവിടെ സാമ്പിൾ ചെയ്യുന്നത് 16 kHz ക്ലോക്ക് സിഗ്നൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ ഒരു 16 kHz ക്ലോക്ക് സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സിംഗിൾ സൈക്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ടൈം പീരീഡ് വരുന്നത് 1/16 kHz, അതായത് 62.5 മൈക്രോസെക്കൻഡ് ആണ് ആ ഒരു സിംഗിൾ സൈക്കിളിൻ്റെ ആ ഒരു ടൈം പീരീഡ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ആ ഒരു സിംഗിൾ സൈക്കിളിൽ നമുക്ക് ഒരു സാമ്പിൾ കിട്ടും. ഓക്കെ, സോ അങ്ങനെ 16 ചാനൽസ് വരുന്നുണ്ട്. സോ 16 ചാനൽസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് 16 സാമ്പിൾസ് ആ ഒരു സിംഗിൾ സൈക്കിളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു 62.5 മൈക്രോസെക്കൻഡ് കൊണ്ട് നമുക്ക് ഈ ഒരു 128 ബിറ്റ്സ് കിട്ടും. ഓക്കെ, അതായത് ഓരോ സാമ്പിളും 8 ബിറ്റ് വെച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ 16 ചാനൽസിൽ നിന്നുള്ള സാമ്പിൾ നമുക്ക് ഈ 62.5 മൈക്രോസെക്കൻഡ് കൊണ്ട് കിട്ടുന്നുണ്ട്. സോ ഈ 128 ബിറ്റ്സ് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു 62.5 മൈക്രോസെക്കൻഡ് ആണ് വരുന്നത്. ഓക്കെ, സോ അതാണ് നമ്മളുടെ ഈ ഏറ്റവും മുകളിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ഫ്രെയിം സ്ട്രക്ചർ. ഓക്കെ, ആൻഡ് ദാറ്റ് ഫ്രെയിം സ്ട്രക്ചർ ഈസ് 1 സാറ്റലൈറ്റ് ചാനൽ. ഓക്കെ, നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫ്രെയിം സ്ട്രക്ചർ അല്ല കാണിച്ചിരിക്കുന്നത്, നമ്മുടെ സബ് ഫ്രെയിമാണ്. ഓക്കെ, സോ ഏറ്റവും മുകളിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ സബ് ഫ്രെയിം. ആ ഒരു സബ് ഫ്രെയിം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ 16 ചാനൽസിൽ നിന്നുള്ള ആ ഫസ്റ്റ് സാമ്പിളുകൾ ആണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ സാമ്പിളും 8 ബിറ്റ് വെച്ചിട്ട്. ഓക്കെ, സോ ടോട്ടൽ നമുക്ക് 128 ബിറ്റ്സ് വരും ഈ ഒരു സബ് ഫ്രെയിമിൽ. ദെൻ അതിൻ്റെ റേറ്റ് വരുന്നത്, ആ ഡേറ്റ റേറ്റ് വരുന്നത് 2.048 Mbps ആണ്. അത് നമ്മൾ നേരത്തെ ആ ഒരു ഫിഗർ വെച്ചിട്ട് പറഞ്ഞിരുന്നു. 128 kbps ഓരോ ചാനലിൻ്റെയും ഔട്ട്പുട്ടിൽ ആ ബിറ്റ് റേറ്റ് വരുന്നത്. സോ അതെല്ലാം കൂടി നമ്മൾ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സ് ചെയ്യുമ്പോൾ വരുന്ന ആ റേറ്റ് എന്ന് പറയുന്നത് 2.048 Mbps ആണ്. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു CPT പ്രൈമറി മൾട്ടിപ്ലക്സ് ഫ്രെയിം ഫോർമാറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു ഫ്രെയിം ഫോർമാറ്റിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 2 millisecond ആണ്. ഓക്കെ, സോ ഈച്ച് എർത്ത് സ്റ്റേഷൻ ക്യാൻ ട്രാൻസ്മിറ്റ് ഓൺലി വൺസ് every 2 millisecond and therefore must store the PCM encoded samples. ഓക്കെ, സോ 2 millisecond ആണ് നമ്മുടെ CPT ഫ്രെയിമിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ വരുന്നത്. സോ ആ 2 millisecond ഒരു തവണയായിരിക്കും നമ്മുടെ എർത്ത് സ്റ്റേഷൻ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ആ ഡേറ്റനെ, കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഡേറ്റനെ നമുക്ക് സ്റ്റോർ ചെയ്യണം. ഓക്കെ, ദെൻ നമ്മളിവിടെ സ്റ്റോർ ചെയ്യുന്നത് 4096 ബിറ്റ്സ് ഉള്ള ഒരു ഗ്രൂപ്പായിട്ടാണ്. ഓക്കെ, സോ ഈ ഒരു 4096 ബിറ്റ്സ് ഉള്ള ഒരു ഫ്രെയിം അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഈ 128 ബിറ്റ്സ് ഉള്ള ഒരു സബ് ഫ്രെയിമാണ്, അല്ലെങ്കിൽ ആ ഒരു 1 സാറ്റലൈറ്റ് ചാനൽ ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ദെൻ the 128 bits accumulated during the first sample of each voice band channel are stored in a holding register, while a second sample is taken from each channel and converted into another 128-bit subframe. Okay, and this 128-bit sequence is stored in the holding register behind the first 128 bits, and this process continues for 32 subframes. Okay, അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഈ 16 ചാനലിൽ നിന്നും അതിൻ്റെ ഫസ്റ്റ് സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു 128 ബിറ്റുള്ള ഒരു സബ് ഫ്രെയിമാണ്. ഓക്കെ, ദെൻ അതിനെ നമ്മൾ ഒരു ഹോൾഡിംഗ് രജിസ്റ്ററിലേക്ക് എടുത്തു വെക്കുന്നു. ഓക്കെ, ദെൻ ഇതേപോലെ സെക്കൻഡ് സാമ്പിൾസ് കമ്പൈൻ ചെയ്തിട്ട് ഈ 128 ബിറ്റുള്ള അടുത്ത ഒരു സബ് ഫ്രെയിം നമ്മൾ ഉണ്ടാക്കുന്നു. ഓക്കെ, and then this 128 bit sequence is stored in the holding register behind the first 128 bits. then അതങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ആൻഡ് ദി പ്രോസസ് കണ്ടിന്യൂസ് ഫോർ 32 സബ് ഫ്രെയിംസ്. ഓക്കെ, സോ ആ 32 സബ് ഫ്രെയിംസ് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഒരു ലാർജ് ഫ്രെയിം ഫോം ചെയ്യുന്നു.
ഒരു സബ് ഫ്രെയിമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 62 മൈക്രോ സെക്കൻഡ് ആണെന്നുള്ളത് നമുക്കറിയാം. സോ ഇങ്ങനെ 32 സബ് ഫ്രെയിംസ് വന്നു കഴിയുമ്പോൾ ആ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് 32 ഇൻറ്റു 62.5 മൈക്രോ സെക്കൻഡ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മില്ലി സെക്കൻഡ്. ഓക്കെ, സോ ഈ 2 മില്ലി സെക്കൻഡ് ഉള്ള ഈ ഒരു ഫ്രെയിമാണ് നമ്മളുടെ CPT പ്രൈമറി മൾട്ടിപ്ലക്സ് ഫ്രെയിം വരുന്നത്. ഓക്കെ, സോ ആഫ്റ്റർ 2 മില്ലി സെക്കൻഡ് 32 8-bit samples have been taken from each of 16 voice band channels for a total of 4096 bits. ഓക്കെ, സോ ഒരു CPT പ്രൈമറി മൾട്ടിപ്ലക്സ് ഫ്രെയിം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ടോട്ടൽ 4096 ബിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ഫ്രെയിമിൽ 32 സബ് ഫ്രെയിംസ് ആണ് വന്നിരിക്കുന്നത്. ഒരു സബ് ഫ്രെയിം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് 128 ബിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, അതായത് 8 ഇൻറ്റു 16 ചാനൽസ് ഉണ്ട്. ഓരോ ചാനലിൽ നിന്നും ഒരു സാമ്പിൾ വെച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഒരു സാമ്പിളിൽ 8 ബിറ്റ് ആണ് വരുന്നത്. ഓക്കെ, സോ ഒരു സബ് ഫ്രെയിമിൽ 8 ഇൻറ്റു 16 128 ബിറ്റ്സ് വരുന്നു. അങ്ങനെയുള്ള 32 സബ് ഫ്രെയിംസ് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ 32 ഇൻറ്റു 128 ദാറ്റ് ഈസ് ഈക്വൽ ടു 4096 ബിറ്റ്സ്. സോ ഈ ഒരു 4096 ബിറ്റ്സ് ആണ് ഒരു CPT ഫ്രെയിമിൽ വരുന്നത്. ഓക്കെ, സോ ആ ഒരു സ്ട്രക്ചർ, ആ ഒരു ഫ്രെയിം സ്ട്രക്ചറാണ് നമ്മൾ ഈ നടുക്ക് കിടക്കുന്ന ആ ഒരു ഫ്രെയിം സ്ട്രക്ചറിൽ കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് കാണാം 32 സബ് ഫ്രെയിംസ് നമ്മൾ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ 32 ഇൻക്രിമെൻറ്റ്സ് ഓഫ് 128 ബിറ്റ്സ് ഈച്ച് ആണ് വരുന്നത്. സോ 4096 ബിറ്റ്സ് ആണ് ആ ടോട്ടൽ ഫ്രെയിമിൽ വരുന്നത്. ദെൻ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ഒരു സബ് ഫ്രെയിമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 62.5 മൈക്രോ സെക്കൻഡ് ആണ്. സോ 32 സബ് ഫ്രെയിംസ് വരുമ്പോൾ 32 ഇൻറ്റു 62.5 മൈക്രോ സെക്കൻഡ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മില്ലി സെക്കൻഡ്. സോ ഈ 2 മില്ലി സെക്കൻഡ് ഉള്ള ഈ ഒരു ഫ്രെയിമാണ് നമ്മുടെ CPT പ്രൈമറി മൾട്ടിപ്ലക്സ് ഫ്രെയിം. ദെൻ നമ്മൾ ഈ ഒരു 4096 ബിറ്റ്സ് പുതിയതായിട്ട് ഇങ്ങനെ ഫോം ചെയ്യുന്ന ഒരു ടൈമിൽ നമ്മൾ നേരത്തെ ഫോം ചെയ്ത് വെച്ചിരിക്കുന്ന ഈ 4096 ബിറ്റ്സ് നമ്മുടെ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ സ്റ്റോറേജ് സെക്ഷനിൽ നിന്ന് ഈ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഫോർ ട്രാൻസ്മിഷൻ. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മൾ ഫോം ചെയ്ത ഈ പുതിയ 4096 ബിറ്റ്സ് നമ്മുടെ ഈ മെമ്മറിയിലേക്ക് സ്റ്റോർഡ് ആകുകയും ചെയ്യും. ഓക്കെ, then because of the total Tdma frame is 2 millisecond long and during this 2 millisecond period each of the participating earth stations must transmit at different times, the individual transmissions from each station must occur in a significantly shorter time period. And in the CPT frame a transmission rate of 120.832 Mbps is used. ദെൻ നമ്മൾ പറഞ്ഞ ആ ഒരു 1 CPT പ്രൈമറി മൾട്ടിപ്ലക്സ് ബ്ലോക്കാണ് ഈ ഒരു ലാസ്റ്റ് തേർഡ് ഫ്രെയിമായിട്ട് കാണിച്ചിരിക്കുന്നത്. അത് നമ്മൾ ആ സെക്കൻഡ് ഫ്രെയിം തന്നെയാണ്, അതിനൊരു വേറൊരു ഫോമിൽ കാണിച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ. അവിടെ നമ്മൾ ബിറ്റ് 1 to ബിറ്റ് 4096 വരെ കാണിച്ചിട്ടുണ്ട്. ദെൻ അതിൻ്റെ അക്യുമുലേഷൻ ടൈം വരുന്നത് 2 മില്ലി സെക്കൻഡ് ആണ്. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്മിഷൻ റേറ്റ് എന്ന് പറയുന്നത് 120.832 Mbps ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു CPT ഫ്രെയിം ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ഇൻകമിംഗ് ഡേറ്റനെ സാമ്പിൾ ചെയ്യുന്നു. 16 kHz ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ട് സാമ്പിൾ ചെയ്യുന്നു. ടോട്ടൽ 16 ചാനൽസ് വരുന്നുണ്ട്. ദെൻ ഓരോ ചാനലിൻ്റെയും ഔട്ട്പുട്ടിൽ നമുക്ക് 128 kbps ഡേറ്റ കിട്ടും. ദെൻ അതിനെ നമ്മൾ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സ് ചെയ്യുന്നു. എങ്ങനെയാണ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സ് ചെയ്യുന്നത്? ഈ 16 ചാനൽസ് നമ്മൾ എടുത്തിട്ട് ആ 16 ചാനൽസിൽ നിന്നും ഫസ്റ്റ് സാമ്പിൾസ് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു സബ് ഫ്രെയിം ഫോം ചെയ്യുന്നു. അപ്പോൾ ഓരോ സാമ്പിളും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓരോ സാമ്പിളും 8 ബിറ്റ് ഡ്യൂറേഷനിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ 16 ചാനൽസിൽ നിന്നും ഉള്ള ഈ 8 ബിറ്റ് സാമ്പിൾസ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ ടോട്ടൽ 128 ബിറ്റ്സ് നമുക്ക് വരും. അതാണ് നമ്മുടെ ഫസ്റ്റ് സബ് ഫ്രെയിം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള 32 സബ് ഫ്രെയിംസ് നമ്മൾ കമ്പൈൻ ചെയ്തെടുക്കും. ഓക്കെ, അത് ഈ ഒരു 32 സബ് ഫ്രെയിമുള്ള ഈ ഒരു സ്ട്രക്ചർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് ആദ്യം വരുന്നത് നമ്മുടെ ഫസ്റ്റ് സാമ്പിൾസ്, എല്ലാ ചാനൽസിൽ നിന്നുള്ള ആ ഫസ്റ്റ് സാമ്പിൾസിൻ്റെ കളക്ഷൻ. ഓക്കെ, ദെൻ അതിൻ്റെ പുറകെ എല്ലാ ചാനൽസിൽ നിന്നുള്ള സെക്കൻഡ് സാമ്പിൾസിൻ്റെ കളക്ഷൻ, ദെൻ അതിൻ്റെ പുറകെ എല്ലാ ചാനൽസിൽ നിന്നുള്ള തേർഡ് സാമ്പിൾസിൻ്റെ കളക്ഷൻ. അങ്ങനെ ടോട്ടൽ 32 സാമ്പിൾസ്
നമ്മൾ കമ്പൈൻ ചെയ്തെടുക്കുന്നു. ഓക്കെ, അങ്ങനെ നമുക്ക് ടോട്ടൽ 4096 ബിറ്റ്സ് വരും. അതാണ് ഒരു കംപ്ലീറ്റ് ഫ്രെയിം വരുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ അക്യുമുലേഷൻ ടൈം വരുന്നത് 2 millisecond ആണ്. കാരണം 16 kHz ആണ് നമ്മൾ സാമ്പിളിങ്ങിന് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ആ ഒരു സാമ്പിളിംഗ് സിഗ്നലിൻ്റെ ഒരു സിംഗിൾ സൈക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 62.5 മൈക്രോസെക്കൻഡ് ആണ്. അതായത് 1/16 kHz എന്ന് പറയുന്നത് 62.5 മൈക്രോസെക്കൻഡ് ആണ്. ഓക്കെ, സോ ആ ഒരു 62.5 മൈക്രോസെക്കൻഡിൽ നമുക്ക് 128 ബിറ്റ്സ് കിട്ടുന്നുണ്ട്. അതായത് ഫസ്റ്റ് സാമ്പിൾസ് ഈ 16 ചാനൽസിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ 32 സാമ്പിൾസ് കിട്ടണമെങ്കിൽ എത്ര ടൈം വേണം? അപ്പോൾ 32 × 62.5 മൈക്രോസെക്കൻഡ് വേണം. ഓക്കെ, സോ 2 millisecond കൊണ്ട് നമുക്ക് ഈ ഒരു CEPT പ്രൈമറി മൾട്ടിപ്ലക്സ് ഫ്രെയിം കിട്ടും. ഓക്കെ, ദെൻ അങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രെയിമിൽ 4096 ബിറ്റ്സ് ഉണ്ടായിരിക്കും. ആ ഒരു പുതിയ 4096 ബിറ്റ്സ് നമ്മൾ ഫോം ചെയ്യുമ്പോൾ ഈ സ്റ്റോറേജ് സെക്ഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന നമ്മൾ നേരത്തെ ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ 4096 ബിറ്റ്സ് അതിൽ നിന്ന് ആ ഷിഫ്റ്റ് രജിസ്റ്ററിലേക്ക് ഷിഫ്റ്റ് ആകും. നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത ഈ പുതിയ 4096 ബിറ്റ്സ് നമ്മുടെ സ്റ്റോറേജിലേക്ക് സ്റ്റോർ ആകുകയും ചെയ്യും. ഓക്കെ, ദെൻ ആ ഷിഫ്റ്റ് രജിസ്റ്ററിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുള്ള ആ ഡേറ്റയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ സ്ലൈഡ് 10 and 11 മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതൊന്ന് വായിച്ച് നോക്കിയേക്കാം കേട്ടോ. ദെൻ നമ്മൾ റിസീവർ സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ അറ്റ് ദി എർത്ത് സ്റ്റേഷൻ റിസീവേഴ്സ് ദി 4096 ബിറ്റ്സ് ആർ സ്റ്റോർഡ് ഇൻ എ ഹോൾഡിംഗ് രജിസ്റ്റർ ആൻഡ് ഷിഫ്റ്റഡ് അറ്റ് എ 2.048 Mbps റേറ്റ്. അത് റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഹോൾഡിംഗ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. ദെൻ അതിൽ നിന്ന് നമ്മൾ റീഡ് ചെയ്തെടുക്കുന്നത് 2.048 Mbps റേറ്റിലാണ്. ഓക്കെ, ദെൻ ബിക്കോസ് ഓൾ ദി ക്ലോക്ക് റേറ്റ്സ് ആർ സിങ്ക്രണൈസ്ഡ് ദി PCM കോഡ്സ് ആർ അക്യുമുലേറ്റഡ്, സ്റ്റോർഡ്, transmitted, received and then decoded in perfect synchronization. So to the users the voice transmission appears to be a continuous process. ഈ എല്ലാ ഓപ്പറേഷൻസും ആ ഒരു പെർഫെക്റ്റ് സിങ്ക്രണൈസേഷനിലാണ് നടക്കുന്നത്. സോ യൂസർ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു ഡിലേ ഒന്നും ഇല്ലാതെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഡേറ്റ വരുന്നൊരു ഫീല് യൂസർ സൈഡിൽ നിന്ന് കിട്ടും. ഓക്കെ, നൗ ലെറ്റ്സ് കൺസിഡർ ദി അഡ്വാൻറ്റേജസ് ഓഫ് TDMA over FDMA. So when we consider this TDMA, with this TDMA only the carrier from one earth station is present in the satellite transponder at any given time, so reducing the intermodulation distortion. Intermodulation distortion ഇവിടെ ഒക്കർ ചെയ്യില്ല. അറ്റ് എ ടൈം ഒന്നിൽ കൂടുതൽ ഫ്രീക്വൻസീസ് അവിടെ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇൻ്റർമോഡുലേഷൻ ഡിസ്റ്റോർഷൻ അവിടെ ഒക്കർ ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ അറ്റ് എ ടൈം ഒരു എർത്ത് സ്റ്റേഷനിൽ നിന്നുള്ള സിഗ്നൽ മാത്രമേ റിസീവ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഒരു ഇൻ്റർമോഡുലേഷൻ ഡിസ്റ്റോർഷൻ പ്രോബ്ലം ഇവിടെ ഒക്കർ ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, TDMA ഈസ് മച്ച് ബെറ്റർ സ്യൂട്ടഡ് ടു ദി ട്രാൻസ്മിഷൻ ഓഫ് ഡിജിറ്റൽ ഇൻഫർമേഷൻ ദാൻ FDMA. Then TDMA transmission is separated in time domain, so processing of signal in time domain is easier. Then TDMA can accommodate a wider range of bit rates by allowing a station to be allocated several slots. Okay, thus TDMA is more flexible than FDMA. Okay, ഇപ്പോൾ ഒരു യൂസറിന് ഒരു എർത്ത് സ്റ്റേഷന് കൂടുതൽ ഡേറ്റാസൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ എർത്ത് സ്റ്റേഷന് കൂടുതൽ ടൈം സ്ലോട്ട് ഒരു സിംഗിൾ ഫ്രെയിമിൽ വേണമെങ്കിൽ അലോട്ട് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, ദെൻ ട്രാൻസ്മിഷൻ പ്ലാൻസ് ആർ ഈസിയർ ടു കൺസ്ട്രക്ട് ആൻഡ് മോഡിഫൈ. Then let's consider the disadvantages of TDMA. The primary disadvantage of TDMA as compared with FDMA is that in TDMA precise synchronization is required. ഓക്കെ, അതായത് ഓരോ എർത്ത് സ്റ്റേഷനും അതിൻ്റേതായ ആ ഒരു ടൈം സ്ലോട്ടിലാണ് അതിൻ്റെ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അവിടെ ഒരു പ്രിസൈസ് സിങ്ക്രണൈസേഷൻ വേണം. FDMAയിലാണെങ്കിൽ കണ്ടിന്യൂസ് ട്രാൻസ്മിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ സിങ്ക്രണൈസേഷനെ പറ്റി നമ്മൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ each earth station's transmission must occur during an exact time slot. Also, bit and frame timing must be achieved and maintained with TDMA.